സഭയുടെ തന്നെ ഒരു കൊച്ചു പതിപ്പാണ് ഇവിടെ കൂടിയിട്ടുള്ള പുരുഷാരവും അതുപോലെ തന്നെ നമ്മുടെ ആ പുരോഹിത ഗണവും. യേശു വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഗായകർ ഉൾപ്പെടുന്നതാണ്. നൂറിൽ പരം ഗായകർ ഉൾപ്പെട്ട ഒരു സ്പെഷ്യലി ട്രെയിൻഡ് ടീമാണ് ഇവിടെ തിരുക്കർമ്മ ഗീതങ്ങൾ ആലപിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന സവിശേഷത അവരെല്ലാവരും തന്നെ കർമ്മലീത്തരാണ് എന്നുള്ളതാണ്. കർമ്മലീത്ത സന്യാസികളും കർമ്മലീത്ത സന്യാസിനികളും ഉൾപ്പെട്ട അവരാണ് പ്രധാനമായും അവരുൾപ്പെട്ട ഒരു കൊയറാണ് ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ വേഷഭൂഷാദികളും അവരുടെ സഭയുടെ ആ നിറച്ചാർത്തിൽ പെടുന്ന ഒന്നാണ്. അങ്ങനെ പുരോഹിതൻ കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതലയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ണൂരിലെ സഹായമെത്രാൻ അഭിവന്യ ഡെന്നീസ് കുറുപ്പശ്ശേരി ബിഷപ്പിനെ പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ നിന്നുള്ള പിതാക്കന്മാർ ലത്തീൻ ബിഷപ്പുമാരുടെ പിന്നാലെ അവർ ബലിവേദിയെ സമീപിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. ഈ സഭ തന്നെ സഭയുടെ ഒരു ചെറിയ പതിപ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ 7 ഭാഷകളിലാണ് ആരാധനാക്രമ ഗീതങ്ങൾ ആലപിക്കപ്പെടുന്നത്. വിവിധ ഭാഷകളിലാണ് തിരുക്കർമ്മങ്ങളിലെ വായനകൾ നിർവഹിക്കപ്പെടുന്നത്. ലത്തീൻ ഭാഷയുണ്ട്, ഇംഗ്ലീഷ് ഭാഷയുണ്ട്, ജർമ്മൻ ഭാഷയുണ്ട്, ഹിന്ദിയുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ആ ഒരു കൊച്ചു പതിപ്പ് സഭയുടെ സാർവത്രികത വിളംബരം ചെയ്യുന്ന ആ ഒരു ആരാധനയിലാണ് നാം ഇപ്പോൾ പങ്കുകൊള്ളുക. പിതാക്കന്മാർ ബലിവേദിയിൽ എത്തിക്കഴിഞ്ഞു. അവരെ ബലിവേദിയിൽ സഹായിക്കേണ്ട ചുമതലയാണ്, അതുപോലെ തന്നെ സുവിശേഷ പാരായണം പോലുള്ള ചുമതലകളാണ് ഡീക്കന്മാർക്കുള്ളത്. 2 ഡീക്കന്മാർ ആ പിതാക്കന്മാരുടെ പിന്നാലെ ബലിവേദിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലിവേദിയിൽ പിതാക്കന്മാരെല്ലാവരും എത്തിക്കഴിഞ്ഞു, ഡീക്കന്മാരും അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇൻട്രൊഡക്ടറി റൈറ്റ് എന്ന് പറയുന്ന ദിവ്യബലിയുടെ പ്രാരംഭ പ്രാർത്ഥനകളും ക്രമങ്ങളുമാണ്. ദിവ്യബലി ആരംഭിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്. ബലിവേദിയിൽ നമുക്ക് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ കാണാം. മുംബൈ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കർദിനാൾമാരുടെ G9 ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ആലോചനാ സമിതിയിൽ അംഗം കൂടിയായിരുന്നു ദീർഘനാൾ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്. ഭാരതസഭയുടെ ഒരു വലിയ പരമാചാര്യൻ ആയിട്ടാണ് അദ്ദേഹം കരുതപ്പെടുന്നത്. ഭാരതസഭയുടെ മുഖമായിട്ട് പോലുമാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിരമിച്ച് സ്വസ്ഥ ജീവിതത്തിലാണ് അദ്ദേഹം. പക്ഷേ തൻ്റെ ശുശ്രൂഷ അദ്ദേഹം ഇന്ത്യയെമ്പാടും തുടർന്നുകൊണ്ടിരിക്കുന്നു. പരിചസിംഹാസനം ആവശ്യപ്പെടുന്ന പ്രത്യേക ശുശ്രൂഷകളിലും അദ്ദേഹം വ്യാപൃതനാകുന്നു.
ഈ ദിവ്യബലിയിലെ മുഖ്യ കാർമ്മികൻ പെനാങ് രൂപതയുടെ മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ബലിയർപ്പണത്തിന് തുടക്കമിടുകയാണ്. ബലിയുടെ പ്രാരംഭമായി ബലിവേദിയെ അദ്ദേഹം ധൂപിക്കുന്നു. അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് ഡീക്കന്മാർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ദിവ്യബലി ആരംഭിക്കുന്നു. ഇപ്പോൾ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത അഭിനന്ദ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, പരിശുദ്ധ പിതാവ് ലയോ 14 വളരെ ഹ്രസ്വമായി വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുക്കർമ്മത്തിലെ മുഖ്യ കാർമ്മികനെയും മറ്റുള്ളവരെയും വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ വളരെ ഹ്രസ്വമായ രീതിയിൽ. Your Eminence, Sebastian Cardinal Francis, the delegate of the Holy Father, Pope Leo XIV, Your Excellency, Archbishop Leopoldo Girelli, Apostolic Nuncio to India, eminent cardinals, archbishops, bishops, priests, religious, സ്വാഗതം ചെയ്യുന്നു. brothers, sisters, and my dear children. Today, ഈ സ്വാഗത വചസ്സുകൾക്ക് ശേഷം ഈ ദിവ്യബലിയുടെ പ്രത്യേകത എന്തെന്നും അതിൻ്റെ പ്രാധാന്യം എന്തെന്നും മുഖ്യ കാർമ്മികനായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വ്യക്തമാക്കും. അത് വളരെ ഹ്രസ്വമായി. of unwavering faith, prophetic vision, and boundless compassion, Venerable Mother Elisha, the pioneer of religious life for women in Kerala. Mother Elisha's life was a living reflection of Christ's love poured out in service to the poor, in dedication to prayer, and in her tireless commitment to the education and empowerment of women. As we stand to witness to her elevation to the honors of the altar, we are reminded that sanctity blossoms in the soil of ordinary life when watered by extraordinary love. This beautiful beatification is not merely an event, it is a spiritual awakening, a call for each of us to walk the path of holiness that Mother Elisha so beautifully നയിക്കുന്ന ഒരു illuminated. വലിയ ആത്മീയ ഉത്സവമാണ് ഇതെന്ന് To the grace of the അഭിവന്യ മെത്രാപ്പൊലീത്ത ചൂണ്ടിക്കാട്ടുകയാണ്. moment, thanking God for the precious gift of Mother Elisha to the Church, to Kerala, and to the world. With deep reverence and profound joy, I first extend our most cordial കേരളത്തിനും welcome to His ഇന്ത്യക്ക് മാത്രമല്ല Eminence, ലോകത്തിന് Sebastian തന്നെ Cardinal സമാരാധ്യയായ ഒരു സ്ത്രീരത്നമാണ് മദർ ഏലീശുവ എന്ന് മെത്രാപ്പൊലീത്ത of അടിവരയിടുന്നു. faith and compassion. Your Eminence, your gracious presence as the delegate of the Holy Father, Pope Leo XIV, fills each celebration with paternal warmth and spiritual grace. We are truly blessed to have you with us on this historic day. Hearty welcome, Your Eminence. കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിനെ സഹർഷം അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. Archbishop Leopoldo Girelli, the Apostolic Nuncio to India, the esteemed
representative of our Holy Father. ഇന്ത്യയിലെ അപ്പസ്തോലിക് നൻഷ്യോ ആർച്ച് ബിഷപ്പ് ജിറേലിയെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. Father's love and the unity we share as one universal church. We also extend our heartfelt welcome to Cardinal Oswald Gracious, His Eminence Cardinal George Alacheri, Mar Raphael Tattel, the Major Archbishop of Syro Malabar Church, Mar Andrew Starleth, the President of CBCI, വിവിധ വ്യക്തിസഭകളുടെ തലവന്മാരെയും CBCIയുടെ പ്രസിഡന്റായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെയും ഒക്കെ അഭിവന്യ കളത്തിപ്പറമ്പിൽ പിതാവ് സ്വാഗതം ചെയ്യുകയാണ്. Bishop Vincent Cosmas from Tanzania and Bishop ടാൻസാനിയയിൽ നിന്ന് വന്നിട്ടുള്ള ബിഷപ്പ് കോസ്മസിനെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സാംബിയയിൽ നിന്ന് എത്തിയിട്ടുള്ള പിതാവിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. We are indeed very happy to welcome Reverend Father Miguel Marcus OCD, the Superior General of the OCDs, and Reverend Father Marco Chiesa. ആഗോള കർമ്മലീത്ത സഭയുടെ സുപ്പീരിയർ ജനറൽ ഈ തിരുക്കർമ്മങ്ങളിൽ സന്നിഹിതനാണ്. അതുപോലെ തന്നെ ഏലീശോമ്മയുടെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള കർമ്മലീത്ത വിശുദ്ധ ഗണത്തിൽ പെടേണ്ടവരുടെ നാമകരണ നടപടികൾ നിയന്ത്രിക്കുന്ന പോസ്റ്റ്ലേറ്റർ ഫാദർ മർക്കോ കിയേസ, അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. അത്തരത്തിൽ വലിയ പ്രാമാണ്യമായ ദൗത്യങ്ങൾ വത്തിക്കാനിൽ നിർവഹിക്കുന്ന വൈദിക പ്രമുഖരെയും അഭിവന്യ ആർച്ച് ബിഷപ്പ് സ്വാഗതം ചെയ്യുന്നു. ഭാരതസഭയിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിയും കേരള സഭയിലെ ആദ്യത്തെ സന്യാസിനിയും കർമ്മലീത്ത നിഷ്പാദക മൂന്നാം സഭ TOCD CTC സ്ഥാപിക്കുകയും വരാപ്പുഴ അതിരൂപത അംഗവുമായ ധന്യ മദർ എലീശ്വ ഇന്ന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ സുപ്രധാനമായ നിമിഷമാണ്. എലീശോമ്മയുടെ വിശുദ്ധ ജീവിതവും വീരോചിത പുണ്യങ്ങളും എലീശോമ്മയുടെ മാധ്യസ്ഥത്താൽ നടന്ന അത്ഭുതവും വത്തിക്കാനിൽ അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ മദർ എലീശോയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നത്. ഈ ചടങ്ങ് കേരള സഭയ്ക്കും പ്രത്യേകിച്ചും കർമ്മലീത്ത സന്യാസിനി സമൂഹങ്ങൾക്കും വരാപ്പുഴ അതിരൂപതയ്ക്കും അഭിമാനകരമായ നിമിഷമാണ്. ഇത് വിശ്വാസത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ വിജയദിനമാണ്. എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സന്യാസിമാരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ മഹത്തായ തിരുക്കർമ്മങ്ങളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തങ്ങളുടെ വിലപ്പെട്ട സാന്നിധ്യത്താൽ ഈ ദിനത്തെ കൂടുതൽ ധന്യമാക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും ഈ ദിനത്തെ അനുഗ്രഹീതമാക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ പ്രധാനമായി ഒരു വ്യക്തിയെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മദ്രാസ് മൈലപ്പൂർ ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സ്വാമി. ഞങ്ങൾ 3 വർഷം കൃഷ്ണാപള്ളി സെയിൻറ്റ് പോൾ സെമിനറിയിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഈ ധന്യമായ ദിനത്തിൽ ഏലീശോമ്മയുടെ മാതൃക നമ്മുടെ ജീവിതങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയും വിശുദ്ധിയുടെ പ്രകാശവും നിറഞ്ഞ ഈ മഹത്തായ ആഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.